PSC ഇനി നടത്താൻ പോകുന്ന പരീക്ഷകളായ LPUP അസിസ്റ്റന്റ്, ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഫയർമാൻ, പോലീസ് കോൺസ്റ്റബിൾ, സബ് ഇൻസ്പെക്ടർ പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് ആണ് ഇത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്സ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, യൂസ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് അല്ലേ. അതായത് ഇവിടെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനെല്ലാം ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ ഫില്ല് ചെയ്യേണ്ട ഭാഗത്ത് ഈ പറയുന്ന ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ ഉചിതമായി വരേണ്ട വാക്ക് എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓൾദോ ഐ വാസ് ഡാഷ് ഓഫ് ഹിസ് പ്ലാൻസ് ഐ എൻകറേജ്ഡ് ഹിം because there was no one else who was willing to help. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സ്കെപ്റ്റിക്കൽ, റിമോഴ്സ്ഫുൾ, ഫിയർഫുൾ, എക്സൈറ്റഡ്. സ്കെപ്റ്റിക്കൽ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സംശയമുള്ള അർത്ഥം. റിമോഴ്സ്ഫുൾ ദുഃഖമുള്ള, ഫിയർഫുൾ ഭയമുള്ള, എക്സൈറ്റഡ് ആവേശഭരിതമായ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൾതോ ഐ വാസ് ഡാഷ് ഓഫ് ഹിസ് പ്ലാൻസ്. ഈ ആൾതോയുടെ അർത്ഥം എന്താണ്? ആണെങ്കിലും ആയിരുന്നെങ്കിലും എന്നൊക്കെയാണ് ആൾതോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിലും, അവൻ്റെ പ്ലാനുകളെ കുറിച്ച് ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിലും, ഐ എൻകറേജ്ഡ് ഹിം, ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം പറയാണ്, ബിക്കോസ് ദർ വാസ് നോ വൺ എൽസ് ഹു വാസ് വില്ലിങ് ടു ഹെൽപ്പ്. അവനെ സഹായിക്കാൻ മനസ്സുള്ള ആരും അവിടെ ഇല്ലായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവനെ ആരും ഇല്ലായിരുന്നത് എന്തുകൊണ്ടാകാം? അവൻ്റെ ഈ പ്ലാനിനെ കുറിച്ച് ബാക്കിയുള്ളവർക്കെല്ലാവർക്കും എന്തുണ്ട്? ആകുലതകളുണ്ട്, അല്ലെങ്കിൽ സംശയമുണ്ട്. അതുകൊണ്ടാകാം ഈ പറയുന്ന ബാക്കി ആരും അവനെ സഹായിക്കാൻ വില്ലിങ് ആകാഞ്ഞത്. ഇതേ ആശയക്കുഴപ്പം ആർക്കും ഉണ്ട്? ഈ പറയുന്ന ആൾക്കും ഉണ്ട്. അങ്ങനെ ആ തരത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നിട്ടും, അത്രത്തോളം സംശയം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം അവനെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ സംശയമുള്ളത്, ആകുലതയുള്ളതെന്നൊക്കെ പറയാൻ ഏതായിരിക്കും ഒത്തിരി കൂടെ ആപ്റ്റ്? ഈ സ്കെപ്റ്റിക്കൽ എന്ന് പറയുന്ന വാക്കാണ് വരേണ്ടത്. എന്താണ് സ്കെപ്റ്റിക്കൽ? അപ്പോൾ എന്തായിരിക്കും? ആൾതോ ഐ വാസ് സ്കെപ്റ്റിക്കൽ ഓഫ് ഹിസ് പ്ലാൻസ് I encouraged him because there was no one else who was willing to help. എന്നാണ് ഇവിടെ ആൻസറായി വരിക. ഇനി അടുത്ത് നോക്കുക. യു ഹാവ് നോ ബിസിനസ് ടു ഡാഷ് പെയിൻ ഓൺ എ വീക്ക് ആൻഡ് പുവർ പേഴ്സൺ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഫ്ലിക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, പുട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഫോഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിലേത് വരും എന്നാണ് ചോദ്യം. എന്താണ് ഇൻഫ്ലിക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചുമത്തുക, അടിച്ചേൽപ്പിക്കുക എന്നൊക്കെയാണ് ഇൻഫ്ലിക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുട്ട് നമുക്കറിയാം വെക്കുക, ഡയറക്റ്റ് ചെയ്യുക, ഫോഴ്സ് നിർബന്ധിക്കുക എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? യു ഹാവ് നോ ബിസിനസ് ടു ഡാഷ് പെയിൻ ഓൺ എ വീക്ക് ആൻഡ് പുവർ പേഴ്സൺ. അതായത് പാവപ്പെട്ടവർ അല്ലെങ്കിൽ ദുർബലരായിട്ടുള്ള ആൾക്കാരിൽ പെയിൻ, കഷ്ടപ്പാട് അല്ലെങ്കിൽ വേദന അടിച്ചേൽപ്പിക്കുവാൻ എന്നർത്ഥത്തില്ല. അപ്പോൾ ഇവിടെ അടിച്ചേൽപ്പിക്കുക എന്നർത്ഥം വരുന്നത് ഏതാണ്? ഈ ഇൻഫ്ലിക്റ്റ് ആണ്. അതാണ് ഇൻഫ്ലിക്റ്റ്. അങ്ങനെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? യു ഹാവ് നോ ബിസിനസ് ടു ഇൻഫ്ലിക്റ്റ് പെയിൻ ഓൺ എ വീക്ക് ആൻഡ് പുവർ പേഴ്സൺ എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? എ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഭാഷ നൈപുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ ഏത് വാക്ക് വരണം എന്നുള്ളത് ഇത് ഒരിക്കലും ഗ്രാമർ ഭാഗത്തു നിന്നുള്ള ചോദ്യമല്ല, വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് ഇത്തരത്തിൽ വെറും ഒരു സിനോണിംസ്, ആന്റോണിംസ് എന്ന് ചോദിക്കുന്നതിന് അപ്പുറം ഇങ്ങനെ തരുമ്പോൾ അപ്പോൾ നമ്മൾ ഉത്തരം എഴുതുന്ന അതിലാണ് നമ്മുടെ പ്രൊഫിഷ്യൻസിയെ നമുക്ക് അളക്കാൻ പറ്റുക. ഇനിയുള്ള PSC പരീക്ഷകളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും വരിക അല്ലെങ്കിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഉണ്ടാകും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
നമുക്ക് സിനോണിംസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സിനോണിംസ് എന്തിൻ്റെ? റീപാസ്റ്റ്. റീപാസ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. അത് പാസ്റ്റ് ആണോ, അത് ഫോണ്ട് മെമ്മറീസ് ആണോ, പീസ്ഫുൾനെസ് ആണോ, മീലാണോ? എന്താണ് റീപാസ്റ്റിൻ്റെ കറക്റ്റ് അർത്ഥം? മീലാണ്. അതാണ് മീൽ. ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, അബേൻസ്. അബേൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനോണിം ടെമ്പററി സസ്പെൻഷൻ ആണോ, ആബ്സ്റ്റിനൻസ് ആണോ, ഹേട്രഡ് ആണോ, മെമ്മറി ആണോ? എന്തായിരിക്കും അബേൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടെമ്പററി സസ്പെൻഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇതാണ് ടെമ്പററി സസ്പെൻഷൻ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ആന്റോണിംസ്. ആന്റോണിംസ് എഴുതാനാണ്. നോക്കാം. സപ്ലിക്കേറ്റ്. സപ്ലിക്കേറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ ആന്റോണിം എന്താണ്? ഷോർട്ട് ഓഫ് സപ്ലൈ ആണോ, ടു ബി അറഗൻ്റ് ആണോ, ടു ബി ടോളറൻ്റ് ആണോ, ടു ഫാൾ ഓൺ ലീൻ ഡേയ്സ് എന്നാണോ? എന്താണ് ആന്റോണിംസ്? ഈ സപ്ലിക്കേറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ ആന്റോണിംസ്. അപ്പം ഇനി എന്താണ് സപ്ലിക്കേറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് സപ്ലിക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബി സിമ്പിൾ എന്നർത്ഥമില്ല. എന്നുവെച്ചാൽ വളരെ ഹമ്പിളും സിമ്പിളുമാകുക, വളരെ എളിമയുള്ളവനാവുക എന്നാണ് സപ്ലിക്കേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അഹങ്കാരമുള്ള, ധിക്കാരമുള്ളവനാവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഏത് വാക്ക്? ടു ബി അറഗൻറ്റ് എന്നുള്ളതാണ്. അതാണ് ടു ബി അറഗൻറ്റ്. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, ടു ബി അറഗൻറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ടേഴ്സ് നോക്കാം. എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? ഡീറ്റെയിൽഡ്, നാസ്റ്റി, അഡ്വാൻസ്ഡ്, ഇംപ്യൂർ. അപ്പോൾ എന്താണ് ടേഴ്സിന്റെ അർത്ഥം? എന്ന വാക്കിന് ടേഴ്സ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഷോർട്ട് എന്നാണ്, ചുരുക്കം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് വരണം? എലോബറേറ്റഡ് എന്ന് പറഞ്ഞു, വിപുലമായ എന്നർത്ഥത്തിൽ വരണം. അങ്ങനെയുള്ള വാക്ക് ഇവിടെ ഇല്ല, പക്ഷേ അതിന് സാമ്യമുള്ള വാക്ക് ഇവിടെ ഉണ്ട്. ഡീറ്റെയിൽഡ് എന്ന് പറയുന്നത് ആണ് ഡീറ്റെയിൽഡ്. അപ്പോൾ ഇതാണ് ഇവിടെ കറക്റ്റ് ആൻസറായി വരിക. ടേഴ്സ് ഷോർട്ട്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വിപുലമായതെന്ന് വരണം. ആ അർത്ഥത്തിൽ വരുന്നത് ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്, ഡീറ്റെയിൽഡ്. ഇനി അടുത്ത് നോക്കുക. സ്പോട്ട് ദ എറർ. എറർ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. He went to England to work as a doctor but returned as he could not enter the weather there. No error. A, B, C, D ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ ഇംഗ്ലണ്ടിൽ പോയി. എന്തിനു വേണ്ടിയാ? ഒരു ഡോക്ടറായിട്ട് ജോലി ചെയ്യുവാൻ. പക്ഷെ അവൻ തിരിച്ചു വന്നു. എന്താ കാരണം? അവൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല? അവിടുത്തെ കാലാവസ്ഥയെ സഹിക്കാൻ പറ്റിയില്ല, അതിനെ നേരിടാൻ പറ്റിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഭാഗത്ത് തെറ്റുവല്ലോ ഉണ്ടോ, അല്ലെങ്കിൽ തെറ്റില്ലേ? നോക്കുമ്പോൾ ഇവിടെ തെറ്റൊന്നുമില്ല. അപ്പം നോ എറർ. ഇതാണ് കറക്റ്റ് ആൻസറായി വരുന്നത്. എന്തുകൊണ്ടാണ് തെറ്റില്ല എന്ന് പറയാൻ കാരണം? നോക്കുക, ഇവിടെ പറഞ്ഞു വരുന്നത് പാസ്റ്റ് ടെൻസിലാണ്. വെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണ്. പിന്നെ ടു ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിൽ പോയി. ഇതിനു വേണ്ടി ടു വർക്ക്, ജോലി ചെയ്യാൻ. ആസ് എ ഡോക്ടർ, ഡോക്ടറായിട്ട്. പക്ഷെ റിട്ടേൺഡ് ആസ്, കാരണം ഹി കുഡ് നോട്ട്. അപ്പോൾ അവിടെയും പാസ്റ്റ് വന്നു. അപ്പോൾ ഇവിടെ എല്ലാം ടെൻസ് എല്ലാം ഓക്കെയാണ്, പ്രിപ്പോസിഷൻ എല്ലാം ഓക്കെയാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ തെറ്റൊന്നുമില്ല. അപ്പോൾ നോ എറർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഷി എൻക്വയർഡ് വെദർ എനിവൺ സീൻ ഹർ ബേബി. നോ എറർ. അതായത് അവൾ അന്വേഷിച്ചു, തിരക്കി, ആരെങ്കിലും അവളുടെ ബേബിയെ കണ്ടോ, കുട്ടിയെ കണ്ടോ എന്ന്. അപ്പോൾ ഇവിടെ നോക്കുക. ഷി എൻക്വയർഡ് വെദർ എനിവൺ. വെദർ കഴിഞ്ഞിട്ട് എനിവൺ സബ്ജക്റ്റ് ആണ്. പിന്നെ ഒരു വെർബ് വരണം. എങ്ങനെയുള്ള വെർബ് വരേണ്ടത്? ടെൻസ് ഫോമുള്ള വെർബാണ് വരേണ്ടത്. ഇവിടുത്തെ വെർബ് നോക്കുക, സീൻ എന്നതാണ്. ഈ സീൻ എന്ന് പറയുന്ന വെർബ് എന്താണ്? V3 ഫോമാണ്. V3 ഫോമിന്റെ പ്രത്യേകത എന്താ? അതിന് പ്രത്യേകിച്ചൊരു ടെൻസ് ഫോം ഇല്ല. അതിൻ്റെ കൂടെ സഹായക്രിയയും കൂടെ വന്നാലേ എന്ത് വരത്തുള്ളൂ? അവിടെ ടെൻസ് ഫോം വരത്തുള്ളൂ. അതായത് ഇവിടെ ഹാഡ് എന്ന് പറയുന്ന സഹായക്രിയയുടെ വരണമായിരുന്നു. ഹാഡ് സീൻ എന്ന് വരണം, എന്നാലും ഇവിടെ കറക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ തെറ്റുണ്ട്. ഏതാ? ഈ സി എന്ന് പറയുന്ന ഭാഗത്ത്. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത്
തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബില്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുജേഷാണ്, കണ്ണൂരിൽ നിന്നാണ്. സാറിൻ്റെ ക്ലാസ് ഞാൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒരു ബുക്ക് എടുത്ത് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ ഓക്സിലറി വേർബ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലായി. നല്ല സിമ്പിളായിട്ട് തന്നെയാണ് സാർ ക്ലാസ് എടുത്തത്. ഒരു കോൺഫിഡൻസ് കിട്ടി. ഇപ്പോൾ ഒരു എക്സാം എഴുതാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇംഗ്ലീഷിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കിട്ടി. എന്തായാലും ക്ലാസ് നല്ല സൂപ്പറായിരുന്നു സാർ. താങ്ക് യു.